ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വിഷ്ണുവും കൂട്ടരും ജോണിൻ്റെ മൊഴി എടുത്തോണ്ടിരിക്കുക. പോലീസ് ഉടനെ എത്തുമെന്ന് ഞാൻ മോഹനോട് പറഞ്ഞു. അത് കേട്ട് അയാൾക്ക് ആകെ അങ്കലാപ്പായി. ശേഷം സരസ്വതി ടീച്ചറെ ലക്ഷ്യം വെച്ച് തോക്കു ചൂണ്ടി. അപകടം മനസ്സിലായി ഞാൻ ടീച്ചറെ തള്ളി മാറ്റി. അന്നേരമാണ് അയാളെ ഷൂട്ട് ചെയ്തതും എൻ്റെ തോളിൽ വെടിയേറ്റതും. അന്നേരം പോലീസ് പുറത്തെത്തിയിരുന്നു. അത് മനസ്സിലാക്കി മോഹൻ പെട്ടെന്ന് തന്റെ കയ്യിലെ തോക്ക് സന്തോഷിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. പോലീസ് വരുമ്പോൾ കാണുന്നത് വെടിയേറ്റ് നിലത്ത് കിടക്കുന്ന എന്നെയും തോക്ക് പിടിച്ചു നിൽക്കുന്ന സന്തോഷിനെയുമാണല്ലോ. സരസ്വതി ടീച്ചറും കൃഷ്ണചന്ദ്രൻ സാറും എന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള തിരക്കിലായിരുന്നു. അന്നേരം സന്തോഷിനെ തോക്കോടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ ജോൺ പറഞ്ഞു നിർത്തുമ്പോഴേക്കും മോഹനാണ് അപ്പോൾ ഫയർ ചെയ്തത് അല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ അതെ സാർ എന്ന് വിഷ്ണുവിനോടായി പറഞ്ഞ് മോഹന്റെ നിർദ്ദേശപ്രകാരം സന്തോഷ് ടീച്ചറമ്മയെ വെടിവെക്കാനായി നിൽക്കുന്നത് ജോൺ ഓർക്കുന്നുണ്ട്. തോക്ക് സന്തോഷിന്റെ കയ്യിൽ പിടിപ്പിച്ച് ടീച്ചറമ്മയുടെ നേരെ പിടിപ്പിച്ചുകൊണ്ട് എടാ മരുമോനെ, നീ ഒന്നും ആലോചിക്കണ്ട, നിന്റെ ജീവിതം ഈ വിധത്തിൽ കുട്ടിച്ചോറാക്കി തൊലച്ചവളാ ഇവള്, കൊല്ലവളെ എന്ന് മോഹൻ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും പരിഭ്രമത്തോടെ വേണ്ട മോനെ, നിന്റെ ടീച്ചറെ പറയുന്നത് വേണ്ട. ജോണും കൃഷ്ണചന്ദ്രൻ സാറും എല്ലാം അവനെ വേണ്ടെന്ന് പറഞ്ഞ് തടയുന്നതും സന്തോഷ് വെടിവെക്കാനാവാതെ പരിഭ്രമത്തോടെ നിൽക്കുന്നതും ദേഷ്യം വന്ന മോഹനും നിന്നെക്കൊണ്ട് ഇനി ഒന്നിനും കൊള്ളൂല എന്ന് പറഞ്ഞ് സന്തോഷിന്റെ കയ്യിൽ നിന്ന് ആ തോക്ക് പിടിച്ചു വാങ്ങി സരസ്വതിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് എന്റെ കൈകൊണ്ട് ചാവാനാടി നിന്റെ വിധി എന്ന് പറഞ്ഞ് വെടിവെക്കുമ്പോഴേക്കും ടീച്ചറെ തള്ളി മാറ്റിക്കൊണ്ട് ജോൺ മുന്നിലേക്ക് ചാടുന്നതും വെടികൊണ്ട് ജോൺ നിലത്തേക്ക് വീഴുമ്പോഴേക്കും ടീച്ചറമ്മയും സാറും കൂടി അവനെ താങ്ങി പിടിക്കുന്നതും അപ്പോഴേക്കും പുറത്തുനിന്ന് വിഷ്ണു ഡോറിൽ മുട്ടി തുറക്കെന്ന് അലറുന്നതും പോലീസ് എത്തിയതറിഞ്ഞ മോഹൻ ആ തോക്ക് സന്തോഷിന്റെ കയ്യിൽ പിടിപ്പിക്കുന്നതും വിഷ്ണു വാതിൽ തുറന്ന് അകത്തോട്ട് കയറുമ്പോഴേക്കും മോഹനും പോറ്റിയും കൂടി ഓടി രക്ഷപ്പെടുന്നതും ഓർത്തെടുത്ത് ജോണും വിഷ്ണുവിനോടായി സന്തോഷിനെ കൊടുക്കാനായി മോഹനും സന്തോഷിന്റെ മാമനും കൂടിയാ ക്ലിനിക്കിൽ നിന്ന് സന്തോഷിനെ ആ താവളത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയത് എന്ന് ജോൺ പറയുമ്പോഴേക്കും ഓക്കെ ജോൺ, എന്ന് റെസ്റ്റ് എടുക്ക്, ഹെൽത്ത് ഓക്കെ ആയിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു അവരോട് യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ട്. പിന്നീട് ജോൺ ബെഡിൽ കിടന്ന് മയങ്ങുമ്പോഴേക്കും സങ്കടത്തോടെ വീണയും അങ്ങോട്ടെത്തുന്നുണ്ട്. അവൾ കണ്ണടച്ചു കിടക്കുന്ന ജോണിനെ ജോണേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും അവനും കണ്ണു തുറന്ന ചിരിയോടെ എങ്ങനെയുണ്ട് എന്റെ കോലം എന്ന് ചോദിക്കുമ്പോൾ സങ്കടത്തോടെ കരഞ്ഞ് എന്താ ജോണേട്ടാ, അറിഞ്ഞപ്പോൾ ശരിക്കും ഞാൻ പേടിച്ചു പോയി എന്ന് വീണയും പറയുന്നുണ്ട്. നമ്മൾ പണ്ട് സിനിമയിലൊക്കെയല്ലേ തോക്കും വെടിയുമൊക്കെ കണ്ടിട്ടുള്ളൂ, ഇപ്പോ ജീവിതത്തിലും കണ്ടു തുടങ്ങിയെന്ന് ഒരു ചെറു ചിരിയോടെ ജോൺ പറയുന്നത് കേൾക്കെ ജോണേട്ടനെ ഇതൊക്കെ എങ്ങനെയാ ഇത്ര ഈസി ആയിട്ട് പറയാൻ പറ്റുന്നേ എന്ന് വീണയും ഇത്ര ഈസി ആവണ്ട അല്ലേ എന്ന് ജോൺ ചോദിക്കുമ്പോ ആവണ്ട, വിഷ്ണുവേട്ടൻ മൊഴിയെടുത്തെന്നറിഞ്ഞു, സന്തോഷേട്ടനെ രക്ഷിച്ചു ജോണേട്ടൻ അല്ലേ എന്നവൾ ചോദിക്കുമ്പോ അങ്ങനെ വേണ്ടേ, അവൻ സത്യത്തിൽ ഇരയാക്കപ്പെട്ടതല്ലേ, ഇത്തരത്തിൽ പെരുമാറാനുള്ള ബോധ്യമൊന്നും ഇപ്പോ സന്തോഷിനില്ല എന്ന് ജോൺ ഓർമ്മിപ്പിക്കുമ്പോൾ എങ്കിലും അങ്ങനെ പറയണമെന്ന ജോണേട്ടന്റെ തീരുമാനമാണ് സന്തോഷേട്ടന്റെ ജീവൻ രക്ഷിച്ചത്. പിന്നെ ജോണേട്ടൻ ഈ കിടക്കുന്ന കിടപ്പ് പോലും എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് കാരണമല്ലേ, അതിന് ഞാൻ എങ്ങനെ നന്ദി പറയാനാണ് ജോണേട്ടാ എന്ന് വീണ സങ്കടത്തോടെ പറയുമ്പോൾ നന്ദിയൊക്കെ പറഞ്ഞ് വല്ലാതെ ഔപചാരികമാവണ്ട വീണ എന്ന് ജോണും അതെ എന്ന് പറഞ്ഞ് തന്റെ കണ്ണീര് തുടച്ചുകൊണ്ട് എന്നാ ശരി ജോണേട്ടാ റെസ്റ്റ് എടുക്ക്, ഞാൻ പുറത്തുണ്ടാവുമെന്ന് പറഞ്ഞ് വീണ ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അവിടെ മയക്കം വിട്ടുണർന്ന സന്തോഷ് ഹോസ്പിറ്റൽ ബെഡിലിരുന്ന് കൈകൊണ്ട് തോക്കു ചുണ്ടുന്നത് പോലെ ആംഗ്യം കാണിച്ച് വെടിവെക്കട സന്തോഷേ, വെടിവെക്കവനെ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ട് നടേശനും മണിയും ടെൻഷനോടെ അത് നോക്കി നിൽക്കുമ്പോഴേക്കും സന്തോഷ് അവരുടെ നേരെയും തന്റെ കൈ തോക്കുപോലെ ചൂണ്ടിക്കൊണ്ട് വെടിവെക്കും, ഞാൻ വെടിവെക്കുമ്പോ പോലീസ് വരും, അപ്പോ പോലീസിനെയും തട്ടിയേക്കണം, സന്തോഷേ ഉണ്ടയിട്ട് വെക്കടാ വെടി, വെക്കും ഞാൻ എന്നവൻ കാണിക്കുന്നതെല്ലാം കണ്ട് സങ്കടത്തോടെ മണി നടേശനെ വിളിച്ച് അവന്റെ അരികിലേക്ക് ചെന്ന് മോനെ സന്തോഷേ എന്ന് വിളിച്ച് അവന്റെ മുടിയിൽ തഴുകാൻ നേരം സന്തോഷ് അവരെ തട്ടി മാറ്റിക്കൊണ്ട് തുടരുതന്നെ, വെടിവെക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ വെക്കും, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും ഒരു സിസ്റ്റർ അങ്ങോട്ട് വന്ന് സന്തോഷേ ഒരു ഗുളികയുണ്ടേ, വാ തുറന്നേ വരുത് എന്ന് പറഞ്ഞ് ഗുളിക നീട്ടുമ്പോഴേക്കും മറ്റേ കയ്പുള്ള ഗുളികയല്ലേ, ഞാൻ തുപ്പുമെന്ന് സന്തോഷം, അയ്യോ ഇതല്ല, ഇത് ശക്തി മരുന്നാ എന്ന് സിസ്റ്റർ പറയുമ്പോഴേക്കും സന്തോഷം ചിരിയോടെ എന്നാ ഓക്കെ എന്ന് പറഞ്ഞ് അത് വാങ്ങി വായിലേക്ക് ഇടാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ വെള്ളം എടുത്തു വരാമെന്ന് മണി പറയുന്നുണ്ടെങ്കിലും എനിക്ക് വെള്ളമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് സന്തോഷ് ആ ഗുളിക വായിലേക്കിട്ട് ചവച്ചോണ്ടിരിക്കുക. ഒരു ഇഞ്ചക്ഷൻ കൂടിയുണ്ടേ എന്ന് സിസ്റ്റർ പറയുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും അങ്ങോട്ടെത്തുന്നുണ്ട്. ഇഞ്ചക്ഷൻ എടുക്കാനായി സന്തോഷിനെ ഒന്ന് പിടിക്കാൻ പറയുമ്പോഴേക്കും നടേശൻ ചെന്ന് സന്തോഷിനെ പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇഞ്ചക്ഷൻ വെക്കുമ്പോഴേക്കും സന്തോഷ് വേദനയെടുത്ത് നിലവിളിച്ച് കുത്താതടി എന്ന് പറഞ്ഞ് തന്റെ കൈ തോക്കുപോലെ ചൂണ്ടിക്കൊണ്ട് എന്റെ തോക്കുണ്ടായിട്ടും നിനക്ക് ഇത്രയ്ക്കും ധൈര്യമോ എന്ന് ചോദിക്കുമ്പോ ഇത് ഗുളികയുടെ കൂടെ പതിവുള്ളതാ, ശക്തിക്കുള്ളതാ എന്ന് സിസ്റ്ററും പറയുന്നുണ്ട്. ശക്തി മാത്രം പോരാ, ബുദ്ധിയും വേണം എന്ന് സന്തോഷ് പറയുമ്പോ അതിനുള്ള മരുന്ന് പിന്നെ തരാവേ എന്ന് സിസ്റ്ററും
മറക്കരുതെന്ന് സന്തോഷ് ഓർമ്മിപ്പിക്കുമ്പോഴേക്കും അത് സമ്മതിച്ചുകൊണ്ട് സിസ്റ്ററും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുക. ടീച്ചർ പോയി കഴിയുമ്പോഴേക്കും ടീച്ചറമ്മയും വീണയും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവരെ കാണെ മണിയും ദേഷ്യത്തോടെ മുഖം തിരിക്കുമ്പോഴേക്കും നടേശനും അവരുടെ അരികിലേക്ക് ചെന്ന്, അന്ന് ക്ലിനിക്കിൽ വെച്ച് മോളോട് സന്തോഷിന് വലിയ പകയായിരുന്നു, കണ്ട എന്താവുമെന്നറിയില്ല എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കെ വീണ സന്തോഷിനെ നോക്കുമ്പോഴേക്കും അവളെ കാണുന്ന സന്തോഷും ദേഷ്യത്തോടെ അവളെ നോക്കി കൈ തോക്കുപോലെ ചൂണ്ടിക്കൊണ്ട്, നീ പിന്നെ വന്നോടി, നിനക്കുമുണ്ട് വെടി, എന്നോട് കളിക്കാൻ വന്നിരിക്കുക, കൊല്ലും ഞാൻ എല്ലാത്തിനെയും എന്ന് പറഞ്ഞ കൈ അവളുടെ നേരെ ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വിനയം സന്തോഷിന്റെ അരികിലേക്ക് നടന്നു ചെന്ന്, എന്നെ വെടിവെച്ചാ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെങ്കിലേ വെക്കി വെടി എന്ന് സങ്കടത്തോടെ പറയുന്നത് കാണാൻ ടീച്ചറമ്മയും, കുഞ്ഞി സന്തോഷിന് വയ്യാത്തതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത്രയൊക്കെ കിട്ടിയിട്ടും മനോനില തെറ്റാത്തതാണല്ലോ അമ്മ എന്റെ തെറ്റ് എന്ന് അമ്മയോടായി പറഞ്ഞ് സന്തോഷിനോടായി, എന്റെ സർവനാശമാണ് സന്തോഷേട്ടൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ അതിന് നിന്നു തരാം, അതോടെ തീരുമല്ലോ എല്ലാ പ്രശ്നവും. ഈ അസുഖം ഒഴിഞ്ഞിട്ടും സന്തോഷേട്ടന് എന്നോട് ഈ പകയുണ്ടാവണം, അതുവരെ സന്തോഷേട്ടന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്ന് വീണ പറയുന്നത് കേൾക്കെ മണിയും അമ്പരപ്പോടെ അവളെ തന്നെ നോക്കി നിൽക്കയാ. അത് ഞാൻ ചെയ്യേണ്ടതാണെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഈ ഒരു നേരം സന്തോഷേട്ടന് ഏറ്റവും അധികം വേണ്ടത് മനസ്സിന്റെ പിന്തുണയാണ് എന്ന് പറഞ്ഞ് അമ്മയൊന്ന് നോക്കിക്കൊണ്ട്, അതും മരുന്നാണല്ലോ, സന്തോഷേട്ടൻ പഴയ പടിയാവുന്നതുവരെ ഞാനുണ്ടാവും എന്നൊക്കെ വീണ പറയുന്നത് കേൾക്കെ സന്തോഷം ശാന്തനാവുന്നുണ്ട്. അത് കേൾക്കെ നടേശനും മണിയും ആശ്വാസത്തോടെ നിൽക്കുമ്പോഴേക്കും ശേഷം പഴയ മനസ്സോടെ പൂർണ്ണ ആരോഗ്യത്തോടെ വിധിക്കുന്ന ഏത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങിക്കോളാം എന്നവൾ പറയുന്നത് കേൾക്കെ ശാന്തനായിരുന്ന സന്തോഷം ആലോചനയോടെ ആ ബെഡിലേക്ക് പതിയെ കിടക്കയാ. സങ്കടത്തോടെ വീണ ആ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും ടീച്ചറമ്മയും സന്തോഷിന്റെ അരികിലേക്ക് ചെന്ന് അവനെ ഒന്ന് തലോടിക്കൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. സന്തോഷം അപ്പോഴേക്കും മയക്കത്തിലേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു. പിന്നീട് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന കൃഷ്ണചന്ദ്രൻ സാറിന്റെ അരികിൽ സരസ്വതിയും മേരിക്കുട്ടിയും എത്തുന്നതാണ് കാണിക്കുന്നത്. ടീച്ചറമ്മ അവിടെ സാറിന് കുടിക്കാനായി വെള്ളം എടുത്തോണ്ടിരിക്കുക. സാർ എഴുന്നേൽക്കാൻ തുടങ്ങുന്നത് കണ്ട് ടീച്ചറമ്മ ആ ഗ്ലാസ് മേരിക്കുട്ടിയുടെ കയ്യിലേക്ക് കൊടുത്ത് എഴുന്നേറ്റ് തുടങ്ങുന്ന സാറിനെ ബെഡിലേക്ക് ചാരി ഇരുത്തുന്നുണ്ട്. സാറും ചിരിയോടെ, ഈ ഇരിപ്പ് കൊള്ളാം, നിങ്ങളെയും ലോകവും ഒക്കെ ഒന്ന് നേരെ കാണാലോ എന്ന് പറയുമ്പോഴേക്കും മേരിക്കുട്ടിയുടെ കയ്യിൽ നിന്ന് ആ വെള്ളം വാങ്ങിക്കൊണ്ട്, സാർ ഈ വെള്ളം കുടിക്കേ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും സാറ് ആ ഗ്ലാസ് പിടിക്കാൻ പണിപ്പെടുന്നത് കണ്ട് കെട്ടിയിട്ടതുകൊണ്ടേ സാറിന്റെ കയ്യിന് ബലക്കുറവുണ്ട്, ഞാൻ പിടിക്കാം സാർ, സാറ് കുടിക്കണം എന്ന് പറഞ്ഞ് ടീച്ചറമ്മ സാറിനെ വെള്ളം കുടിപ്പിക്കുന്നുണ്ട്. അരികെ നിൽക്കായിരുന്ന മേരിക്കുട്ടി ടീച്ചറും ധാരാളം വെള്ളം കുടിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ശരിക്കും ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ടെന്ന് ടീച്ചറമ്മയും, അവിടെ വായ്മൂടിക്കെട്ടി ഇട്ടിരിക്കുകയല്ലായിരുന്നോ, ജീവൻ കിടക്കാൻ ഉണക്ക ബ്രെഡും എന്ന് സാറും ചിരിയോടെ പറയുമ്പോൾ സാറിന് നല്ല ക്ഷീണമുണ്ടെന്ന് ടീച്ചറമ്മയും. ജോണിനും സന്തോഷിനും എങ്ങനെയുണ്ടിപ്പോ എന്ന് സാറ് ചോദിക്കുമ്പോൾ രണ്ടാളും ഇവിടെയുണ്ട് എന്ന് മേരിക്കുട്ടിയും. ജോണിന്റെ സർജറി കഴിഞ്ഞു, ഇപ്പോ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഒബ്സർവേഷനിലാണെന്ന് സരസ്വതി പറയുമ്പോൾ അന്നേരത്തെ കാര്യങ്ങളൊക്കെ ആകെ ഒരു ബഹളവും ഞെട്ടലുമായിട്ടാ ഉള്ളിലുള്ളത്. ജോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് മേരിക്കുട്ടിയോടായി സാർ ചോദിക്കുമ്പോൾ, ഭാഗ്യത്തിന് തോളിലല്ലേ സാർ വെടികൊണ്ടത്, ഇങ്ങനൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, ജോണിന് എന്തെങ്കിലും പറ്റിയാ പിന്നെ ഞാനില്ല എന്ന് കരച്ചിലോടെ പറഞ്ഞ് അതറിഞ്ഞപ്പോ തുടങ്ങിയ വിറയില് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുമ്പോഴേക്കും മനസ്സിലായി, ഞങ്ങള് നേരിട്ട് കണ്ടതല്ലേ മേരിക്കുട്ടി, ആ ഷോക്ക് ഇപ്പോഴും ഉള്ളിലുണ്ടെന്ന് കൃഷ്ണചന്ദ്രൻ സാറും. അത് കേൾക്കെ ടീച്ചറമ്മയും പറയുന്നുണ്ട്, എന്റെ മുന്നിൽ ജോൺ വീഴുമ്പോ എന്റെ കണ്ണിലാകെ ഇരുട്ടു കയറി, എല്ലാം തീർന്നെന്ന് തന്നെ പേടിച്ചു, ഭാഗ്യത്തിന് ഗുരുവായൂരപ്പൻ കാത്തു എന്ന് പറയുമ്പോ മനോനില ആകെ തകർന്ന സന്തോഷിനെ ഹോസ്പിറ്റലിൽ നിന്നോ മറ്റോ പിടിച്ചോണ്ട് വന്നപ്പോഴേ മോഹൻ എന്തോ കുബുദ്ധിയുണ്ടെന്ന് എനിക്ക് തോന്നിയതാ എന്ന് കൃഷ്ണചന്ദ്രൻ സാറും. മോഹന്റേത് വല്ലാത്ത ആഗ്രഹങ്ങളല്ലേ സാർ, എന്റെ മുന്നിൽ വെച്ച് സാറിനെ കൊല്ലുക, സന്തോഷിനെ കൊണ്ട് എന്നെ കൊല്ലിക്കുക എന്നൊക്കെ സരസ്വതി പറയുമ്പോ, അയാള് ശരിക്കും ഒരു സൈക്കോയാ, അല്ലാതെ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നുമോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോൾ, അതെ, സന്തോഷിനെപ്പോ എങ്ങനെയുണ്ടെന്ന് സാറും, വല്ലാത്തൊരു പേടി പിടികൂടിയിട്ടുണ്ട്, ഈ സംഭവത്തിന്റെ ഫലമാണെന്നാ ഡോക്ടർ പറഞ്ഞത്, ക്രമേണ മാറുമെന്ന് പറഞ്ഞു എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ, അതെ, നമുക്ക് തന്നെ ഇതൊരു വല്ലാത്ത ഷോക്കായിരുന്നു, അപ്പോ ഇങ്ങനെയൊരു അവസ്ഥയിലുള്ള സന്തോഷിനെ ഉറപ്പായും ഡീപ്പായി ബാധിക്കില്ലേ എന്ന് സാറ് ചോദിക്കുമ്പോൾ, ശരിക്കും ബാധിച്ചു, കുഞ്ഞി സന്തോഷിന്റെ കാര്യങ്ങൾ നോക്കാനിപ്പോ ഒപ്പം നിൽപ്പുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ, അത് നന്നായെന്ന് സാറും. അങ്ങനെയൊരു തോന്നൽ തന്നെ എനിക്ക് വലിയ കാര്യമായി തോന്നി, സാധാരണ ഡിവോഴ്സിന്റെ ഘട്ടത്തിലേക്ക് പോയാൽ അവർ തമ്മിൽ ശത്രുവാവുമല്ലോ, അതാണല്ലോ പതിവ്, ഒന്നിച്ചു കഴിയാനാവില്ലെന്ന് കരുതുമ്പോഴും മറ്റേയാളുടെ മോശം ഘട്ടത്തിൽ ഒപ്പം നിൽക്കാമെന്ന തോന്നൽ തന്നെ എനിക്ക് അഭിമാനമായി തോന്നി എന്ന് സരസു പറയുമ്പോൾ, അതെ, ഉറപ്പായും അഭിമാനിക്കാം, പകർത്താവുന്ന നല്ല മാതൃക തന്നെ എന്ന് സാറും. അപ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും, സാർ, ഇവളും ജോണും മോഹനാണ് വെടിവെച്ചതെന്ന വിധത്തിലാ
പോലീസിന് മൊഴി നൽകിയത് എന്ന് പറയുന്നത് കേൾക്കെ സാറും സംശയത്തോടെ ടീച്ചറമ്മയെ നോക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷ് അക്കാര്യത്തിൽ പ്രതിയാവും സാർ. പോലീസ് മിക്കവാറും സാറിന്റെ മൊഴിയും എടുക്കും എന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട്. ഞാനും മോഹൻ ചെയ്തു എന്ന് തന്നെ പറയാം. യഥാർത്ഥത്തിൽ അതുതന്നെയാണല്ലോ സത്യവും. തെറ്റിയ മനോനിലയിലുള്ള ഒരാളെ നിർബന്ധിച്ചു വെടിവെപ്പിക്കുക എന്നൊക്കെ വെച്ചാൽ ആരാ തെറ്റുകാരൻ എന്ന് സാറ് ചോദിക്കുമ്പോൾ അതെ സാർ, മോഹൻ തന്നെയാ. നമ്മൾ പറയുന്ന സംഭവം ഒരേ കണക്കാവണം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പോലീസ് ചോദ്യം ചെയ്യാൻ വരുമ്പോൾ പറയേണ്ട കാര്യങ്ങളെല്ലാം ടീച്ചറമ്മ സാറിന് പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും സാറും അതെല്ലാം സമ്മതിച്ച് ശരി ഞാനും അങ്ങനെ പറഞ്ഞോളാം എന്ന് പറയുമ്പോഴേക്കും മേരിക്കുട്ടി ടീച്ചറും സാർ അവിടെ ജോണിന്റെ എന്തെങ്കിലും കാര്യത്തിന് വിളിച്ചാൽ ഞാൻ അറിയില്ല, എന്നാ ഞാൻ അങ്ങോട്ട് നിൽക്കാം എന്ന് പറയുമ്പോഴേക്കും ശരി മേരിക്കുട്ടി എന്ന് സാറും സാർ ഞാനും ഒന്ന് പോയിട്ട് വരാം എന്ന് സരസ്വതി പറയുമ്പോൾ ശരി സരസ്വതി, എന്തായാലും സന്തോഷം ജോണും ഹോസ്പിറ്റലിലുള്ളത് കൊണ്ട് നിങ്ങൾക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരാലോ. ചെല്ല് സരസ്വതി എന്ന് പറയുമ്പോഴേക്കും വരാം സാർ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ആ റൂമിൽ നിന്ന് ഇറങ്ങുകയാ. പിന്നീട് അവർ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ടീച്ചർ അമ്മ മേരിക്കുട്ടിയോടായി പറയുന്നുണ്ട് സാറിപ്പോ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുണ്ട്. അതുകൾക്ക് മേരിക്കുട്ടിയും എന്തേ ഇനി സ്റ്റേബിൾ അല്ലാതാക്കണോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ട് എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നതേ എന്ന് സരസുവും ആ പാവത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് മേരിക്കുട്ടി ചോദിക്കുമ്പോൾ അത് മോഹൻ കാരണമല്ലേ എന്ന് സരസുവും മോഹന്റെ അന്നത്തെ ആക്സിഡന്റും ഇപ്പോഴത്തെ കിഡ്നാപ്പിങ്ങും ഒക്കെ സംഭവിച്ചത് നീ കാരണമല്ലേ എന്ന മേരിക്കുട്ടിയുടെ ചോദ്യം കേട്ട് സരസ്വതി അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും എന്നിട്ട് ബുദ്ധിപൂർവ്വം നീ ഇപ്പോഴും സാറിന്ന് ഒരകലം പാലിക്കുന്നു അല്ലേ എന്ന് മേരിക്കുട്ടി ചോദിക്കുമ്പോൾ എടി ബുദ്ധിപൂർവ്വോ ബോധപൂർവ്വോ ഒന്നുമല്ല, നിനക്കറിയാലോ എനിക്ക് അത്രമേൽ ബഹുമാനമുള്ള ഒരു വ്യക്തിയല്ലേ കൃഷ്ണചന്ദ്രൻ സാറ് എന്ന് ടീച്ചറമ്മ പറയുന്നത് കേൾക്കെ എന്തേ ബഹുമാനം കൂടുമ്പോൾ അടുപ്പം അങ്ങ് കുറയോ എന്ന് മേരിക്കുട്ടി ടീച്ചറും എടി സാറിനതിൽ ശരിക്കും വിഷമമുണ്ടെന്ന് മേരിക്കുട്ടി പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ടീച്ചറമ്മയും എടി ഇപ്പൊ നീ ഇറങ്ങാൻ നേരം സാർ എന്താ പറഞ്ഞെന്ന് നീ ശ്രദ്ധിച്ചോ എന്ന് മേരിക്കുട്ടി ചോദിക്കുമ്പോൾ ഇനിയും അങ്ങോട്ട് ചെല്ലാനല്ലേ എന്ന് ടീച്ചറമ്മയും അല്ല സന്തോഷം ജോണും ഹോസ്പിറ്റലിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇടയ്ക്ക് വരാലോന്ന് എടി അതിന്റെ അർത്ഥം എന്താന്ന് മേരിക്കുട്ടി ചോദിക്കുമ്പോൾ സരസു ആലോചനയോടെ നിൽക്കുന്നത് കണ്ട് മേരിക്കുട്ടി ടീച്ചറും സരസുവിനോടായി ജോണും സന്തോഷും ഒക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ എന്ന് വെച്ചാ അവരൊന്നും ഇവിടെ ഇല്ലാതെ സാറിവിടെ വയ്യാതെ കിടന്നിരുന്നെങ്കിൽ നമ്മൾ സാറിനെ കാണാൻ വരില്ലായിരുന്നു എന്ന്. അതുകൾക്ക് സരസുവും അങ്ങനെ സാറ് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ സാറേ നേരിൽ അങ്ങനെ പറയണ്ട, പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ തന്നെയാ എന്ന് മേരിക്കുട്ടി പറയുമ്പോ എടി സാറ് വയ്യാതെ ഒറ്റയ്ക്ക് കിടന്നാലും നമ്മൾ ഇവിടെ വരുമല്ലോ എന്ന് സരസവും പറയുന്നുണ്ട്. എടി സാർ അത് പ്രതീക്ഷിക്കുന്നില്ല എന്നതാ സാറ് പറഞ്ഞതിന്റെ അർത്ഥം. എടി ഒറ്റയ്ക്കായി പോയ ഒരു മനുഷ്യന്റെ വിഷമാണേ ആ പറഞ്ഞത്. ശോ അത് മാത്രം നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ, ബാക്കി എല്ലാം മനസ്സിലാവും എന്ന് മേരിക്കുട്ടി കുറ്റപ്പെടുത്തുമ്പോ നീ എന്തിനാടി ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് സരസവും എനിക്ക് വിഷമം തോന്നിയിട്ട് സാറ് വർഷങ്ങളായി നിനക്ക് വേണ്ടി കാത്തിരുന്നു, നീ സൂത്രത്തിൽ കുതറിപ്പോവും. ദേ ഇപ്പൊ തന്നെ ജോണിന്റെ പോസ്റ്റ് ഓപ്പറേഷനെ പുറത്തു വിളിച്ച കാര്യങ്ങൾക്കൊരാൾ വേണം, അതുകൊണ്ടാ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നത്. അതിന് നീ എന്തിനാ എന്റെ കൂടെ പോന്നത്? അവിടെ വേറെ കാര്യങ്ങളൊന്നുമില്ലല്ലോ. എടി ഇവിടെ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, നിനക്ക് സാറിന്റെ ഒപ്പം നിന്നൂടെ എന്ന് മേരിക്കുട്ടി ചോദിക്കുമ്പോൾ അത് ഞാൻ സത്യത്തിൽ അങ്ങനെയൊന്നും ആലോചിച്ചില്ല എന്ന് സരസുവും ഓ അതൊന്നുമല്ല, നീ ഇപ്പോഴും നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് മോശമാവുന്നൊരു പേടി ഉള്ളിൽ വെക്കുന്നുണ്ട് എന്ന് മേരിക്കുട്ടി പറയുമ്പോൾ മേരി ഞാൻ 3 മക്കളുടെ അമ്മ കൂടിയല്ലേ, പലതും പരിഗണിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഓ പരിഗണിച്ചു, പക്ഷേ നമുക്കായി ജീവിതം ഒഴിഞ്ഞുകളഞ്ഞ ഒരു മനുഷ്യനെ മാത്രം പരിഗണിക്കാതെ പോവരുത്, അത് ദ്രോഹമാണെന്ന് പറഞ്ഞ് മേരിക്കുട്ടി പോകുമ്പോഴേക്കും ടെൻഷനോടെ നിൽക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.